എന്ത് കാര്യം പറഞ്ഞാലും അവന് കൗണ്ടർ പറയാന്നുള്ളതാണ് സലീം കുമാറിൻ്റെ ഏറ്റവും വലിയ സിദ്ധി എന്നാണ് ഒരാൾ പറഞ്ഞത്. ഇത്ര കൗണ്ടർ അടിക്കുന്ന ഒരാൾ വേറെ ഇല്ലെന്നാണ്. ഇതെങ്ങനെ ഈ കൗണ്ടർ അടിച്ച് പൈൻ്റ് അടിച്ചും മറ്റൊക്കെയാണോ അങ്ങനെ കൗണ്ടർ അടിക്കാൻ വേണ്ടിയിട്ട് സലീം കുമാർ പ്രാപ്തനായത്? അങ്ങനെയല്ല, അത് അങ്ങനെ ആയിപ്പോണു. അത് മനഃപൂർവ്വമല്ല, അത് അങ്ങനെ വന്നു പോകുന്നതാണ്. ഞാനങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടോ കുറേ വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് വന്നിട്ടോ ഒന്നുമല്ല. ഒരു കൗണ്ടറായിട്ട് പറയാന്ന് വെച്ചാൽ അത് പക്ഷേ അതൊരു സിദ്ധിയാണത്. എൻ്റെ അമ്മയായിരുന്നു ഏറ്റവും നല്ല കൗണ്ടർ അടിക്കണം. ആണോ? ഞാൻ തന്നെ ചിരിച്ചു പോയിട്ടുള്ളത്. അന്ന് ആ പുള്ളി വിദ്യാഭ്യാസം എന്ന സംഭവമേ ഇല്ല. നമ്മൾ കാണുന്ന വിദ്യാഭ്യാസം അത്രേ ഉള്ളൂ. പക്ഷെ ഒരു ഇന്നസെൻ്റിനെ പോലെ ഒരു 400 ക്ലാസ്സിൻ്റെ അറിവുകളുണ്ട്. ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് അതെ അതെ, അങ്ങോട്ട് എത്തേണ്ട അതിന് മുമ്പ് വരും. അതിനു മുമ്പ് ഇങ്ങോട്ട് വരും. അത് വന്നത് നമ്മൾ ചിന്തിക്കേണ്ട അപ്പുറത്തായിരിക്കുള്ളൂ. പാളിയായിട്ടും വരിക്കും, തലതെറിച്ച് പോകും. തലതെറിച്ച് പോകും. ഒരു പക്ഷെ അങ്ങനെ വന്നായിരിക്കാം അമ്മ വഴിക്ക് കിട്ടിയ സിദ്ധി. അതെ അതെ, വേറൊന്നും തരാൻ പറ്റിയില്ല മുമ്പിലത്തേക്ക്. അപ്പോൾ അതെങ്കിലും. പക്ഷെ അതല്ലേ വലിയ മുതല്. സലീം കുമാർ എന്നുള്ള കലാകാരനെ സൃഷ്ടിച്ചെടുത്തത് ഒരുപക്ഷെ അമ്മ തന്ന ഈ കൗണ്ടറിൻ്റെ അല്ലെങ്കിൽ നർമ്മത്തിൻ്റെ അല്ലെങ്കിൽ പരിസരബോധം ഉൾക്കൊണ്ടുകൊണ്ട് പെരുമാറാൻ സംസാരിക്കാനുള്ള കഴിവായിരിക്കും. അങ്ങനെ ഒത്തിരി പേരുണ്ട്. നമ്മുടെ സിദ്ദിഖ് ലാലേട്ടനൊക്കെ ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് തന്നെ. അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഒത്തിരിയല്ല, കുറച്ച് പേരുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഉത്തരമായിരിക്കും അവരിൽ നിന്ന് വരുന്നത്. പക്ഷേ അടുത്ത കാലത്ത് ഞെട്ടിയിൽ മുഴുവൻ സലീം കുമാറിൻ്റെ കുത്തകയാണ്. ആ ചിരി എങ്ങനെയാണ്? ഒന്നുകൂടെ ഒന്ന് പിടിച്ച്. അല്ല, ചിരി നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അത് ഇതുപോലെ തന്നെ ഉണ്ടായി പോകുന്നതാണ്. അതൊന്ന് ചിരിച്ചെന്ന് പറഞ്ഞാൽ ഒരു ചിരിയിൽ ഒരുപാട് മാറ്റം വന്നു എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. പഴയ സലീം കുമാറിൻ ചിരിയല്ല ഇപ്പം കുറച്ചും കൂടി ഒരു ഗൗരവമായി. പണ്ട് സലീം കുമാറിൻ ചിരിയിലൊരു നിഷ്കളങ്കതയും നൈർമല്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഇപ്പൊ കുറച്ചുകൂടി ഒരു അത് ആളുകൾ നമ്മളെ കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോഴേ നമ്മുടെ കുറ്റങ്ങളും നമ്മുടെ കൂടുതലുകളും തിരിച്ചറിയും. കായ് പരുമുള്ള മാവിലല്ലേ ഏറ് കിട്ടുള്ളൂ സലീമേ. അല്ല, അതിന് പരാതികളൊന്നുമില്ല. പരാതിയായിട്ട് പറഞ്ഞതല്ലേ. ഇപ്പോൾ ഞാൻ എന്തായിരുന്നു പഴയ ഞാൻ അത് തന്നെയാണ് ഇപ്പോഴും. പക്ഷേ ആളുകളുടെ ക്യാമറയുടെ ഫോക്കസ് ഒന്ന് അടുപ്പിച്ചതിലേക്ക് അയാൾ എന്താണ് പറഞ്ഞത്? ഇങ്ങനെ ഫോക്കസ് അടുപ്പിച്ച് ഇങ്ങനെ വെക്കുമ്പോൾ സലീം കുമാറിൻ്റെ സംഭാവനയായിട്ട് എൻ്റെ മുമ്പിൽ വരുന്നൊരു വലിയൊരു പ്രസ്താവനയാണ്, ഞെടുക്കുന്ന പ്രസ്താവന. ഞാൻ അഭിനയം നിർത്താൻ പോവുകയാണ്. അത് എന്തായാലും നിർത്തിയേ പറ്റുള്ളൂ. കാരണം ഈ കാലചക്രം എന്നൊരു പറഞ്ഞ സംഭവമുണ്ട്. ഈ കാലചക്രം ഉരുണ്ടിങ്ങോട്ട് വരുമ്പോൾ നമ്മളെയൊക്കെ ഞെരിച്ചമർത്തിക്കൊണ്ട് അത് പോകും അങ്ങോട്ട്. ഇല്ല, ഞാനിങ്ങനെ ബലം പിടിച്ചിരുന്നുണ്ടെങ്കിൽ ഈ തമിഴ് ലോറിക്ക് വരുമ്പോൾ തവള ബലം പിടിച്ചിരിക്കൂലേ, അത്ര ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് നമ്മൾ മാറിക്കൊടുത്തില്ലെങ്കിൽ നമ്മളെ ചവിട്ടിയരിച്ചുകൊണ്ട് അത് പോകും. എങ്ങനെ സലീമിന് ഇനിയും എന്താണ് എണ്ണപ്പെട്ട സിനിമകൾ ഇങ്ങനെ കിടക്കുകയാണ്? അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ നാളെ അഭിനയം നിർത്തുന്നോ മറ്റന്നാ അഭിനയം, ഞാനിവിടെ ഉണ്ടാവും. എപ്പോഴെങ്കിലും അഭിനയം നിർത്തുന്നാണ് പറഞ്ഞത്? അല്ല, എപ്പോഴെങ്കിലും അതൊക്കെ ആഗ്രഹിച്ചിട്ട് അല്ല, എപ്പോഴെങ്കിലും അല്ല. കയറി വന്ന ഒരു 3 വർഷം. കാരണം ഞാനിതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. 3 വർഷം കഴിഞ്ഞത് വീണ്ടും ഞാൻ പ്ലേ ചെയ്ത് കാണിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ ഈ നമ്മളിപ്പോൾ 3 വർഷത്തിന് മുമ്പാവാം. എന്താണ് 3 വർഷത്തിനുള്ളിൽ അഭിനയം വൈൻഡപ്പ് ചെയ്യണമെന്ന് സലീം കുമാറിനെ ഇപ്പോൾ പ്രേരിപ്പിക്കുന്ന ഘടകം? ഇപ്പോഴല്ലത്, കുറെ കാലമായി, ഒരുപാട് നാളായി. ഞാൻ എന്ത് സിനിമയിൽ വന്ന് അന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്നതാ. അത് പണ്ട് ആരാ പറഞ്ഞു, ജോലി കിട്ടിയിട്ട് വേണമെന്ന് രാജിവെക്കാൻ? അതെ, അത്രേ ഉള്ളൂ. ഞാൻ ബ്രിട്ടാസ് സത്യം പറഞ്ഞാൽ 2 സിനിമയിൽ അഭിനയിക്കാൻ വന്ന ആളാണ്. ഒരു സിനിമ ഞാൻ അഭിനയിക്കുക, ഒന്നത് കണ്ടിട്ട് ആരെങ്കിലും വിളിക്കുക. കാരണം ഒരു നടൻ എന്ന രീതിയിൽ എന്നെ അംഗീകരിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു പടവും കൂടി വിളിക്കുക. അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം. ഇപ്പം 2 പോയി, 250 260 പടങ്ങളോളമായി. അതും ഏതെല്ലാം വൈവിധ്യമാർന്ന റോളുകളിലൂടെ, ഒരു 2-3 ഭാഷകളിൽ. ഇതൊന്നും എൻ്റെ വരുമ്പോഴുള്ള ആഗ്രഹത്തിലുള്ള ഉള്ളതല്ല.